BJP headquarters, RSS headquarters, lime manufacturing machine. And wherever Modi ji goes, the lime manufacturing machine will travel with Modi ji. മോദി സഞ്ചരിക്കുന്നിടത്തെല്ലാം ഒരു വലിയ പെട്ടി കൂടി ഉണ്ടാവും. ഈ പെട്ടി എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും ഇത് നുണ ഉൽപ്പാദിപ്പിക്കാനുള്ള പെട്ടിയാണ്, ഒരു ഫാക്ടറിയാണ് എന്ന്. അത് BJPയുടെ ആസ്ഥാനത്ത് നിന്ന് കൊടുത്തയച്ചിട്ടുള്ളതും RSSന്റെ ആസ്ഥാനത്തിൽ നിർമ്മിച്ചതുമായിട്ടുള്ള നുണ നിർമ്മാണ യന്ത്രമാണ് ഈ പെട്ടി. It is only here in Kerala because we understand that unless women have some semblance at least or some platform to develop economic independence, a woman can never develop, she can never emancipate herself from patriarchal ideologies and practices. ഈ രാജ്യത്തിലെ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലൊരു ഉദാത്തമായ മാതൃകയില്ല. സ്ത്രീകളുടേതായിട്ടുള്ള ശാക്തീകരണം എന്നത് സമൂഹത്തിൻ്റെ ശാക്തീകരണമാണ്. ഇന്ത്യയിൽ മറ്റു പലയിടത്തും പുരുഷ മേധാവിത്വത്തിന് കീഴിൽ വെറും അടിമകളായി സ്ത്രീകൾ ജീവിക്കുമ്പോൾ കേരളം കുടുംബശ്രീ പ്രവർത്തകരിലൂടെ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. അത് LDFന്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. Accuse the LDF government of keeping Kerala backward, and he insulted the people of Kerala by comparing Kerala to the most backward countries in the world. മോദി കേരളത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞത് LDF കേരളത്തിനെ വികസിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ്. അദ്ദേഹം കേരളീയരെ ഉപമിച്ചത് ലോകത്തിലെ ഏറ്റവും അവികസിതമായ പിന്നോക്കം നിൽക്കുന്ന ചില രാജ്യങ്ങളോടാണ്. രാജ്യത്തിൻ്റെ പേര് സേവ് ബൃന്ദ പറഞ്ഞില്ല, നമുക്ക് ഓർമ്മയുണ്ടാവും ആ രാജ്യത്തിൻ്റെ പേരെന്ത് എന്നുള്ളത്. ഇവിടെ കേരളത്തിനെ വികസനത്തിലേക്ക്, പുരോഗതിയിലേക്ക്, ക്ഷേമത്തിലേക്ക് നയിക്കുന്നത് LDF. ഇത് എൻ്റെ വർത്തമാനമാണ്, പരിഭാഷയല്ല. നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ സേവ് GRNLനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സേവ് ബൃന്ദാക്കാർ നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒരു 2 കൊല്ലത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ ബുൾഡോസറുകൾ ഉരുണ്ടിറങ്ങി വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ഒറ്റയാൾ പട്ടാളമായ ഒരു സ്ത്രീ നിന്നത് ഓർമ്മയുണ്ടല്ലോ. അത് മാത്രം മതി. സേവ് ബൃന്ദ പറഞ്ഞത് ഡൽഹിയിൽ ബുൾഡോസറുകൾ BJPയുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ ബുൾഡോസറുകൾ പാവപ്പെട്ടവരുടെ വീടുകൾ ഇടിച്ചു നിരത്താനായി ഉരുണ്ടു വന്നു. കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ പാവപ്പെട്ടവരുടെ വീടുകൾ ഇടിച്ചു നിരത്താനായി ബുൾഡോസറുകൾ ഉരുണ്ടു വന്നു. BJP സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ പാവപ്പെട്ടവരുടെ കുടിലുകളും വീടുകളും ഇടിച്ചു നിരത്താനായി ഉരുണ്ടു വന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു മനുഷ്യരുടെയും ഭവനങ്ങൾ ഇടിച്ചു നിരത്താനായി ബുൾഡോസറുകൾ ഉരുണ്ട് വരികയില്ല എന്ന് മാത്രമല്ല, വീടിടിച്ചു നിരത്താനായി വരുന്ന ബുൾഡോസറുകളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കും LDF. ഇവിടെ 5 ലക്ഷം പുതിയ ഭവനങ്ങളാണ് LDF 10 വർഷം കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയത്.